നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും. വിഷ്ണു സുരേഷ് ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, പ്രതിപക്ഷ നേതാവ് അവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. വലിയ പ്രകടനമായി എത്തി. ഒപ്പം അദ്ദേഹം സൗഹൃദം പങ്കുവെച്ചിപ്പോൾ പത്രിക നൽകുന്നതിന് വേണ്ടി അവിടെ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ, പറവൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമർപ്പിക്കുന്നതിന് വേണ്ടി പറവൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അഡീഷണൽ തഹസിൽദാരായ എൻ സോമന് മുൻപാകെയാണ് പത്രിക സമർപ്പിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ക്യാമ്പും ഉള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊരു ഡു ഓർ ഡൈ മാച്ച് കൂടിയാണ്. ഇത്തവണ UDF 100 സീറ്റിലധികം നേടിക്കൊടുത്ത് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ദൗത്യം. അത് അദ്ദേഹം പലകുറി ആവർത്തിച്ചതാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകുന്നത് പറവൂരിലെ ജനത തന്നെയാണ്. 2001 മുതൽ തുടർച്ചയായി ഇങ്ങോട്ട് പറവൂരിന്റെ MLA ആയിരുന്നു അദ്ദേഹം. ഈ രാജുവിനോട് വഴങ്ങിയ തോൽവിക്കപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ആ ശബ്ദത്തിൽ. അത് വളരെ വേഗം പരിഹരിക്കാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ സജീവമായിരുന്നു. മുഖ്യമന്ത്രി പക്ഷേ ഇപ്പോൾ ജില്ലാ പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. ഈ പത്രികാ സമർപ്പണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവും സംസ്ഥാനം ഒട്ടാകെയുള്ള പര്യടനത്തിലേക്ക് കടക്കും. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, തുടരാം. പ്രതിപക്ഷ നേതാവിന്റെ ഒരു മറുപടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അദ്ദേഹം മണ്ഡലത്തിന് പുറത്തുള്ള പ്രചരണത്തിലേക്ക് കടക്കുക. നാളെ മുതൽ മറ്റു ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഓടിയെത്താവുന്ന പക്ഷേ അവരുടെ ക്യാമ്പ് പങ്കുവെക്കുന്നുണ്ട്. നാളെ മുതൽ പറവൂരിൽ ഈ UDF സിസ്റ്റം ഒന്നാകെയായിരിക്കും പ്രവർത്തിക്കുക. പ്രതിപക്ഷ നേതാവിന്റെ അഭാവം അതിന് കാര്യമായി ബാധിക്കില്ല എന്നുള്ളതാണ് UDF പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പറവൂരിൽ വി.ഡി. സതീശൻ വിജയിച്ചത്. ഇത്തവണ ഇരട്ടിയാക്കണം എന്നുള്ളതാണ് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. പക്ഷേ ഇടതുപക്ഷമാകട്ടെ ഒരു ശക്തമായ ഫൈറ്റ് ഇത്തവണ പ്രതിപക്ഷ നേതാവിന് കൊടുക്കാം എന്ന തീരുമാനത്തിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ 10 വർഷമായി പറവൂരിൽ കാര്യമായ വെല്ലുവിളികളില്ലാതെ വളരെ ഈസി വാക്ക് ഓവറാണ് പ്രതിപക്ഷ നേതാവ് നേരിട്ടിരുന്നത്. പക്ഷേ ഇത്തവണ ടൈസൺ മാസ്റ്ററെ ഇറക്കിക്കൊണ്ട് ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമെങ്കിലും അല്ലെങ്കിൽ വിജയത്തിലേക്കെങ്കിലും വിജയമോ അതല്ലെങ്കിൽ ഭൂരിപക്ഷം കുറക്കുക എന്നുള്ള നിലപാടിലേക്കാണ് ഈ LDF എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല പ്രതിപക്ഷ നേതാവിന്. പക്ഷേ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. പറവൂർ തന്റെ കുടുംബമാണ്, പറവൂർ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഉറപ്പായും രാഷ്ട്രീയ മറുപടികൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കുള്ള മറുപടിയും ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.